ISLന്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനിശ്ചിത അവസ്ഥ നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ പല ISL ടീമുകളും തങ്ങളുടെ ട്രാൻസ്ഫറുകളെല്ലാം തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അതിന് പിന്നാലെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ താരങ്ങളോട് മറ്റ് ക്ലബ്ബുകളിൽ നിന്ന് ഓഫർ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി വിദേശ താരങ്ങളോട് മറ്റ് ക്ലബ്ബുകളിൽ നിന്ന് ഓഫർ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിലങ്ങുതടിയായി നിൽക്കുകയില്ല എന്ന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ആരാധകരെ അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതിനെ തുടർന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള ജിസൂസ് ജിമിനസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്ന, അതായത് ടീം വിടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. പിന്നീട് അദ്ദേഹം പോളണ്ടിലെ ഒരു ക്ലബിലേക്കായിരുന്നു ചേക്കേറുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഇദ്ദേഹം വരുവാണ്ട് പോകുന്ന ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുമെന്ന് തന്നെയായിരുന്നു അപ്ഡേറ്റുകളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞു പോയ ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരം കൂടിയാണ് ഇദ്ദേഹം. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പിന്നാലെ നിലവിൽ ചെന്നൈയിൻ FC-യും ഈ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. അതായത് താരങ്ങളോട് മറ്റ് ക്ലബ്ബുകളിൽ നിന്ന് ഓഫർ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ താരങ്ങൾക്ക് ആ ക്ലബ്ബുകളിലേക്ക് പോകാമെന്നും കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയ അതേ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് നിലവിൽ ചെന്നൈയിൻ FC-യും നിലനിൽക്കുന്നത് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഇതിനെല്ലാം പുറമെ ഇന്നലെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു വാർത്തയായിരുന്നു ഒഡീഷ FC തങ്ങളുടെ എല്ലാ കരാറുകളും സസ്പെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നീങ്ങുന്നു എന്ന തരത്തിലുള്ള വാർത്ത. സോ ഈ ഒരു മൂന്ന് വാർത്തയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഇന്ത്യൻ ഫുട്ബോൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി തുലാസിലാടുക തന്നെയാണ് ചെയ്യുന്നതെന്ന്. നമുക്ക് എല്ലാവർക്കും ഇന്ത്യയിലെ തന്നെ മുൻനിര ലീഗായിട്ടുള്ള, അതായത് ടോപ്പ് ടയർ ലീഗായിട്ടുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ അവകാശം, അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ MRA കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിനെല്ലാം പിന്നിലുള്ളത്. 15 വർഷത്തിന് ശേഷം ഈ വരുവാനായിട്ട് പോകുന്ന ഡിസംബർ 8-ാം തീയതി അവസാനിക്കുന്ന കോൺട്രാക്റ്റ് പുതുക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ പുതുക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് അറിയാവുന്നതാണ്, സാധാരണ ഒരു ISL സീസൺ തുടങ്ങുന്നത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ്. സോ ഈ ഒരു ടൈം പീരീഡ് ആകുമ്പോൾ തന്നെ ട്രാൻസ്ഫറുകളുടെ ഒക്കെ തന്നെ ഒരു ടൈം പീരീഡ് തന്നെയാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. അതായത് നിലവിലെ ട്രാൻസ്ഫർ മാർക്കറ്റ് ഉള്ളത് 31-ാം തീയതി വരെയാണ്. സോ എല്ലാ ടീമുകളും ധൃതി പിടിച്ച് തന്നെ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുന്ന, എല്ലാ വർഷവും എത്തിക്കുന്ന ഒരു ടൈം പീരീഡ് തന്നെയായിരുന്നു ഇതെന്ന് പറയുന്നത്. സോ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ എല്ലാം തന്നെ ഒരു മന്ദഗതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സാധാരണയായി ഡിസംബർ മാസത്തിൽ നമുക്കെല്ലാം ഈ ഒരുപാട് പോകുന്ന ഡിസംബർ മാസത്തിലാണ് ഈ ഒരു ISLൻ്റെ ഈ ഒരു MRA കോൺട്രാക്റ്റ് അവസാനിക്കുന്നത്. സോ അതിനു മുമ്പ് ഈ ഒരു ISL തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പാതിയാകുമ്പോൾ തന്നെ ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നിലവിൽ ISL തുടങ്ങാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ ISL എന്ന് തുടങ്ങുമെന്നൊരു കാര്യത്തിൽ നിലവിൽ ഇതുവരെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല. അതായത് ഇനി കോർട്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു എന്താ പറയുക, ഈ ISLൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുക. എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ചില റൂമറുകളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതിലൊന്നാണ് ദീപക് താങ്ക്രെ, അതായത് മോഹൻ ബഗാൻ്റെ മികച്ച താരങ്ങളിൽ ഒരാളായിട്ടുള്ള, ഇന്ത്യൻ താരങ്ങളിൽ ഒരാളായിട്ടുള്ള ദീപക് താങ്ക്രെയെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തും എന്നൊരു വാർത്ത. ഈ ഒരു വാർത്ത കഴിഞ്ഞു പോയ എന്താ പറയുക 1.5 സീസണായിട്ട് നമുക്ക് ISLൽ കേൾക്കുവാനായിട്ട് സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നൊരു വാർത്തയൊക്കെ തന്നെ പലപ്പോഴും ഈ ഒരു വാർത്ത പൊങ്ങി വരുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നതാണ്. അതിനെല്ലാം പുറമെ ഈ ഒരു ട്രാൻസ്ഫർ, അതായത് ഈ ഒരു സീസൺ അവസാനിച്ചപ്പോൾ തന്നെ ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ്. സോ നിലവിലൊക്കെ പുറത്തേക്ക് വരുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ദീപക് താങ്ക്രെ എന്ന് പറയുന്ന മോഹൻ ബഗാൻ്റെ ഈ ഒരു ഇന്ത്യൻ എന്താ പറയുക ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിൽ കളിക്കുവാനായിട്ട് സാധിക്കുന്ന ഈ ഒരു താരത്തിന് വേണ്ടി വെച്ച ആ ഒരു ബിഡ്, അതായത് ട്രാൻസ്ഫർ ബിഡ് നിലവിൽ മോഹൻ ബഗാൻ റിജക്റ്റ് ചെയ്തു എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. സോ ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഇങ്ങനൊരു വാർത്ത എത്രമാത്രം സത്യമാണെന്ന് നമുക്കറിയത്തില്ല, എങ്കിൽ പോലും ഈ ഒരു വാർത്ത നിലവിൽ പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുൻപോട്ട് വെക്കുന്ന പല നീക്കങ്ങളും പൊളിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്താകുമെന്നൊരു പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL സീസൺ തുടങ്ങിയ ശേഷമേ സൈനിങ് നടത്തൂ എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതൊന്നും കൃത്യമായിട്ടൊരു സത്യാവസ്ഥ ഇല്ലാത്ത വാർത്തകൾ തന്നെയാണ്. എങ്കിൽ പോലും നിലവിൽ പുറത്തേക്ക് വരുന്ന ആ ഒരു റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് മുൻപോട്ട് വെച്ചിട്ടുള്ള ഓഫർ മോഹൻ ബഗാൻ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ദീപക് താങ്ക്രെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ശ്രമം ഇതോടുകൂടി അവസാനിച്ചു എന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് എന്താവും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവിയെന്ന്.